ഈ കാണുന്ന നമ്മുടെ നാട്ടിലത്ര പരിചയമില്ലാത്ത എന്നാൽ ജർമ്മനിയിൽ സുപരിചിതമായിട്ടുള്ള ഒരു തരം പ്ലം ആണ്. ഗ്രീൻ ഗേജസ് എന്നാണ് ഇതിൻ്റെ പേര്. നല്ലപോലെ പഴുത്ത പഴം നല്ല മെറൂൺ കളറിലിരിക്കും, അല്പം മധുരമൊക്കെ ആയിട്ട്. എന്നാൽ പച്ചയായിരിക്കുമ്പോൾ നല്ല പുളിയാണ്. അപ്പം നല്ല പുളിയുള്ളപ്പം അതൊന്നും എടുത്ത് അച്ചാറിട്ട് നോക്കണ്ടേ. നമുക്ക് ഗ്രീൻ ഗേജസിൻ്റെ ഒരു അച്ചാറിട്ട് നോക്കാം. ആദ്യം നല്ലെണ്ണ ഒഴിച്ചിട്ട് ഗ്രീൻ ഗേജസിനെ ഒന്ന് വാട്ടിയെടുക്കണം. ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നാൽ മതി. കൂടുതൽ നേരം ഇട്ട് കഴിഞ്ഞാൽ ഉടഞ്ഞു പോകും. വാടി വന്ന ഗ്രീൻ ഗേജസിനെ കോരി മാറ്റിയതിന് ശേഷം അതേ എണ്ണയിലേക്ക് അല്പം വെളുത്തുള്ളി ചേർക്കാം. അത് നന്നായിട്ടൊന്ന് മൂക്കണം. അത് മൂത്തൊരു മുക്കാൽ ഭാഗമാകുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും കൂടെ ചേർക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും പാകത്തിന് മൂപ്പായി കഴിയുമ്പോഴത്തേക്കിന് അതിലേക്ക് ഇനി ചേർക്കുന്നത് വറ്റൽമുളകാണ്. അത് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയത്. അവസാനമായിട്ടാണ് ഞാൻ കറിവേപ്പില ചേർക്കുന്നത്. കാരണം ഇവിടെ ഞങ്ങൾ ഡ്രൈ ലീവ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് നേരം എണ്ണയിലിട്ട് വറക്കേണ്ട കാര്യമില്ല. ഇഞ്ചി ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇനി ഇതിനാവശ്യമായ പൊടികളിടാം. ആദ്യം മുളക് പൊടി ഇട്ടു, പിന്നെ ഉലുവ പൊടിച്ചതും അല്പം കായപ്പൊടിയും പിന്നെ ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. പൊടികളെല്ലാം മൂത്ത് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഇനി നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന ഗ്രീൻ ഗേജസ് അതിലേക്ക് ചേർക്കാം. നമ്മുടെ ഗ്രീൻ ഗേജസും അരപ്പും എല്ലാം ഇപ്പം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നല്ല വൃത്തിയുള്ള ഒരു കുപ്പിയിലേക്ക് ഇതിനെ മാറ്റാം. ഇതിപ്പോൾ ഞാൻ ഒരു 3 ദിവസം കഴിഞ്ഞ് എടുത്തതാണ്. ആ ഗ്രീൻ ഗേജസിലെ വെള്ളവും ഈ അരപ്പും എല്ലാം കൂടെ നല്ലപോലെ മിക്സായി സെറ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട്.